3 ദിവസത്തിനിടയിൽ ഭൂമികുലുക്കം ഉണ്ടായത് 500 തവണ. മഹാദുരന്ത ഭീതിയിൽ ജപ്പാൻ ജനത. ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മഹാദുരന്തം ജൂലൈ 5-ന് ജപ്പാനെ പിടിച്ചു കുലുക്കുമെന്നുള്ള ആശങ്കയിലാണ് ലോകം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായുള്ള ചില സംഭവ വികാസങ്ങൾ പ്രവചനങ്ങൾ സത്യമാകുമെന്ന വിദൂര സൂചനകളും നൽകുന്നുണ്ട്. ഒരു വലിയ പ്രകൃതി ദുരന്തം ജപ്പാനെ കാത്തിരിക്കുന്നുവെന്നാണ് റയോ തത്സുഗിയുടെ പ്രവചനം. കോവിഡ് മഹാമാരിയും 2011-ലെ സുനാമിയും കൃത്യമായി പ്രവചിച്ച വ്യക്തിയാണ് ആധുനിക ബാബ വാംഗെ. ജപ്പാനിലെ ടൊക്കാര ദ്വീപിൽ ശനിയാഴ്ച മുതൽ ഇങ്ങോട്ട് 500-ൽ പരം ചെറുതുൾപ്പെടെയുള്ള ഭൂമികുലുക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദ്വീപിലെ സമാനമായ ഭൂമികുലുക്കം 2011-ന് സമാനമായ സുനാമി ആഞ്ഞടിക്കുമോ എന്നാണ് നിരവധി പേർ ആശങ്കപ്പെടുന്നത്. നഗരങ്ങൾ കടലിൽ വീഴും, വെള്ളം തിളച്ചുമറിയും, വലിയ തിരമാലകൾ, കൂറ്റൻ സുനാമികൾ എന്നിവ ഉണ്ടാകും. പുതിയ സാഹചര്യത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാണ്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നും ഇത്തരം പ്രവചനങ്ങൾ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ലെന്നാണ് ജാപ്പനീസ് ഗവൺമെൻറ് പറയുന്നത്. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ പ്രവചനങ്ങൾ നടത്തിയ ആളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാംഗെ. 2ാം ലോക മഹായുദ്ധവും ഡയാന രാജകുമാരിയുടെയും സർഗോറിസ് മൂന്നാമൻ്റെയും മരണത്തീയതി ബാബ വാംഗെ പ്രവചിച്ചതായി പറയപ്പെടുന്നു. എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ബാബ വാംഗെയുമായി താരതമ്യപ്പെടുത്തുന്ന ജാപ്പനീസ് മാംഗോ കലാകാരിയാണ് റിയോ തത്സുഗി. 1999-ൽ പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ ഐ സോയുടെ കവർ പേജിൽ തന്നെ 2011-ലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ പ്രവചിച്ച ദുരന്തം അതേസമയം ഉണ്ടായി എന്നതാണ് തത്സുഗിയുടെ വാദം. അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് ഫ്യൂച്ചർ ഐസോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 15 സ്വപ്നങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 13 എണ്ണവും യാഥാർത്ഥ്യമായെന്ന് തത്സുഗിയുടെ ആരാധകർ വാദിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങളെ അമിതമായി ആശ്രയിക്കാതെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾക്ക് ഉചിതമായി പ്രവർത്തിക്കുക എന്നത് പ്രധാനമാണ് എന്ന് അവർ പറയുന്നു. ലോകം മുഴുവൻ കാത്തിരിക്കുന്നു ജൂലൈ 5-നായി ജപ്പാനിലേക്ക്.